ഹലോ, എല്ലാവർക്കും നമസ്കാരം. PSN സകലകല എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനലിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. ചെടികളെയും പൂക്കളെയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു ഗാർഡൻ വീഡിയോ ചെയ്യാം. എൻ്റെ കയ്യിൽ ധാരാളം ബൊഗെയിൻവില്ല കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ആദ്യമായി ക്രിസ്റ്റീന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. നല്ല പിങ്ക് കളറും ഒരു ലൈറ്റ് പീച്ച് കളറും കൂടെ നിറയെ ഡിസൈൻ പോലെയാണ് ഇത് വരുന്നത്. നിറച്ച് പൂവുണ്ടാവുന്ന ഒരു ഇനമാണിത്. അടുത്തത് സ്പ്ലാഷ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ഒരു ഇനമാണ്. നല്ല വെരിഗേറ്റഡ് ലീഫും പിങ്കും വൈറ്റും കൂടെയുള്ള ഒരു ഫ്ലവറാണിത്. വൈറ്റിൻ്റെ അറ്റത്തായിട്ട് പിങ്ക് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണിത്. ഇത് ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നിറച്ച് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇത് റെയിൻബോ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൻ്റെ പൂക്കൾക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡും പിന്നീട് അത് നല്ല പിങ്ക് കളറുമായി മാറുന്നു. രണ്ട് കളറും കൂടെ വെരിഗേറ്റഡ് ലീഫുമായിട്ട് വളരെ മനോഹരമായൊരു ഇനമാണിത്. ഇത് മഹാറ ഓറഞ്ച് അല്ലെങ്കിൽ മഹാറ പീച്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല കട്ടിയായിട്ട് അടുക്കടുക്ക് പോലെയാണ് ഇതിൻ്റെ ഇതളുകൾ ഉണ്ടാകുന്നത്. വളരെ മനോഹരമായൊരു ഇനമാണിത്. അടുത്തത് പാർത്ത എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് മജന്ത കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. വിരിഞ്ഞു തുടങ്ങുന്ന ചെറിയ പൂക്കൾക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിനുള്ളത്. ഈ ഓറഞ്ചും നല്ല മജന്ത കളറും കൂടെ പച്ച ഇലകൾക്കിടയിൽ നല്ല മനോഹരമാണിത്. ഇത് നല്ല ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. വിരിഞ്ഞു തുടങ്ങുന്ന ഒരു മഞ്ഞ കളറിൽ വിരിഞ്ഞു തുടങ്ങും. പിന്നീട് അത് മഞ്ഞയും ഓറഞ്ച്, വെള്ളയും പിങ്ക് ഇങ്ങനെ പല നിറങ്ങളിലായിട്ട് ഒരു ചെടിയിൽ ഈ നിറങ്ങളെല്ലാം കൂടെ കാണപ്പെടുന്നു. അവസാനം ഇതിൻ്റെ നിറങ്ങൾ കുറഞ്ഞ് ഒരു പച്ച കലർന്ന ഒരു വെള്ള നിറത്തിലോട്ട് മാറുന്നതാണ്. ഒരു ചെടിയിൽ തന്നെ പല നിറങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഇനമാണിത്. നമുക്ക് വളരെ മനോഹരമായൊരു ഇനമാണ്. ഇതൊരു മഞ്ഞ നിറത്തിലുള്ള ഒരു ബൊഗെയിൻവില്ലയാണ്. നല്ല ശാഖകളുടെ അറ്റത്ത് നല്ല കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ഇനമാണ്. ഇതിൻ്റെ ഐഡിയ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഫോർമോസ ലാവൻഡർ എന്ന് പറഞ്ഞൊരു ഇനമാണ്. ധാരാളം പൂക്കളുണ്ടാവും ഇതിൽ. ഒരു ശാഖകളിങ്ങനെ പൂക്കൾ പഴകി തുടങ്ങുമ്പോഴത്തേക്കും പുതിയ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഇത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇനമാണ്. വെള്ളയും പിങ്കും കൂടെ ആണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. നല്ല പച്ച ഇലകളും പിങ്കും വെള്ളയും കൂടെ ഉള്ള പൂക്കളുമായിട്ട് വളരെ മനോഹരമായ ഒരു ഇനമാണ്. നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു ഇനമാണിത്. അടുത്തത് ഇപ്പോഴത്തെ ട്രെൻഡിങ് വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇലകളിൽ പച്ചയും മഞ്ഞയും കലർന്ന നിറവും പൂക്കൾക്ക് ഒരു മജന്ത കലർന്ന ഒരു റെഡ് ഷെയ്ഡുമാണ്. പൂക്കൾ പഴകുമ്പോൾ ഒരു പീച്ച് നിറത്തിലോട്ട് മാറുന്നു. ഇത് കുറച്ച് പഴകിയ പൂവാണ്. അടുത്തത് അടർണ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഓറഞ്ച് നിറത്തിലും ഓറഞ്ചും മഞ്ഞയും ഒക്കെ കൂടെ ഇടകലർന്ന് വരുന്ന ഒരു ഇനമാണിത്. വളരെ മനോഹരമായൊരു ഇനമാണ്. നോർമൽ ഒരു പിങ്ക് കളറിലോട്ട് ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് തിമ പീച്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. തിമയുടെ എല്ലാ വെറൈറ്റീസിലും നല്ല ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇലകളിൽ മഞ്ഞ കലർന്ന വെരിഗേഷനുള്ളതും ആണ്. ഇത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പൂക്കളുടെ ഇതളുകളുടെ അറ്റത്തൂടെ ഒരു വെള്ള നിറം, ബട്ടർ തൂകിയ പോലെ ഒരു വെള്ള നിറം കാണപ്പെടുന്നത്. ഇത് നോർമൽ ഒരു ശുഭ്ര എന്ന് പറഞ്ഞ വൈറ്റ് വെറൈറ്റിയിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ഇനമാണ്. എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു ഇനമാണിത്. ഒരു 2 വർഷത്തോളമായി ഇതെൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ പൂക്കളില്ലാതിരുന്നിട്ടില്ല. ഇതൊരല്പം മുകളിലാണ്, സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. എനിക്ക്
വീഡിയോ എടുക്കാൻ ഇതിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. പൂക്കളൊക്കെ കുറച്ച് പഴകി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന മഹാറാണി എന്ന് പറഞ്ഞൊരു ഇനമാണിത്. ഓറഞ്ചും വെള്ളയും ഒക്കെ കൂടെ ഇടകലർന്നുണ്ടാവുന്നൊരു ഇനമാണിത്. ചില ശാഖകളിൽ ഓറഞ്ച് തന്നെയും വെള്ള തന്നെയും ഒക്കെ ഉണ്ടാവാറുണ്ട്. വളരെ മനോഹരമായൊരു ചെടിയാണിത്. ഇതൊരു പർപ്പിൾ കളറിലെ പൂക്കളുണ്ടാവുന്ന ഒരു ഇനമാണ്. ഇതിൻ്റെ ശരിയായ ഐഡിയ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. താരതമ്യേന കുറച്ച് വലിപ്പം കുറഞ്ഞ പൂക്കളാണ്, ചെറിയ ഇലകളുമാണ് ഇതിന്. എപ്പോഴും പൂക്കളുണ്ടാവുന്ന ഒരു ഇനമാണിത്. ഇത് സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. വെള്ളയിൽ നല്ല പിങ്ക് ഷെയ്ഡ് വരും. ഇതിൽ പിങ്ക് ഷെയ്ഡ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എപ്പോഴും പൂക്കളുണ്ടാവുന്ന ഒരു ഇനമാണിത്. പൂക്കൾ പഴകി പോകുമ്പോഴത്തേക്കും അടുത്ത ശാഖകൾ വന്ന് അതിൽ പൂക്കളുണ്ടാവും. ഇത് വാട്ടർമെലൺ കിസ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് അടർണ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ പ്ലാന്റ് അത് തന്നെയാണിത്. ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്നും നല്ല വില കൊടുത്ത് വാങ്ങിയൊരു പ്ലാന്റ് ആയിരുന്നു. ചെറിയ പ്ലാന്റ്, അത് വലുതായതാണിത്. ഇതിൽ നിന്നും ചെറിയ തണ്ടുകളെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ് നേരത്തെ കണ്ട പ്ലാന്റ്. ഇത് 3 സ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് പൂക്കളുടെ ആ പെറ്റൽസിൻ്റെ നടുക്കൂടെ ഇങ്ങനൊരു ഓഫ് വൈറ്റ് കളറിലെ ഒരു വര പോലെ ഉണ്ടാവും. ഇതിന് സ്റ്റാർ പോലെ തോന്നിക്കും. ഇത് റൂബി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് കയാട്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നിറച്ച് പൂക്കളുണ്ടാവുന്ന ഒരു ഇനമാണ്. ചെറിയ ഇലകളാണ് ഇതിനുള്ളത്. ഇത് നല്ല ഒരു കടും ഓറഞ്ച് നിറത്തിൽ ഉള്ള ഒരു ഇനമാണിത്. ഇതിൻ്റെ ശരിയായ ഐഡിയ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ശുഭ്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. എപ്പോഴും ഗാർഡനിൽ മറ്റ് ചെടികളുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വൈറ്റ് ഉണ്ടെങ്കിൽ ഗാർഡൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. നല്ല പച്ച ഇലകളും നല്ല റെഡ് പൂക്കളുമായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണിത്. ഇത് വീര ഡീപ്പ് പർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. വീരയുടെ എല്ലാ വെറൈറ്റികളും തന്നെ നിറയെ പൂക്കളുണ്ടാവുന്നതാണ്. ഇത് ശാഖകളുടെ അറ്റത്ത് വന്ന് നല്ല കട്ടിയായിട്ട് കൊലയായിട്ടൊരു ഒരു വലിയ പൂ പോലെയാണ് നമുക്ക് അത് ഉണ്ടാവുന്നത്. അത്തരത്തിലാണ് അത് ഉണ്ടാവുന്നത്. ഇതൊരു നോർമൽ യെല്ലോ കളർ ബൊഗെയിൻവില്ലയാണ്. ഇത് ജാക്രാന ഓറഞ്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൽ എപ്പോഴും പൂക്കൾ നോൺ സ്റ്റോപ്പായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് മഹാറ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മഹാറ റെഡ് എന്ന് പറഞ്ഞാൽ ഇതിന് റെഡ് കളറല്ല, നല്ല ഡാർക്ക് മജന്ത കളറാണ് ഇതിനുള്ളത്. ഇത് ബ്ലൂബെറി ഐസും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പർപ്പിൾ കളറിലെ ഒരു ബോഗൻവില്ല, അതായത് ചെറിയ പൂക്കളും ചെറിയ ഇലകളുമായിട്ടുള്ള ഒരിനം, അതും കൂടെ 2 എണ്ണം ഒരു നല്ല വണ്ണമുള്ളൊരു റൂട്ട് സ്റ്റോക്കിലോട്ട് ഞാൻ തനിയെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് ഫോർമോസ HB സിംഗ് എന്ന് പറഞ്ഞൊരു ഇനമാണ്. കുറച്ച് തണ്ടുകൾക്കൊക്കെ കുറച്ച് വള്ളി പോലെയാണ് അത് വരുന്നത്. ഇത് തിമ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഇനമാണിത്. എപ്പോഴും പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇത് ഹവായ് പർപ്പിളാണ്. ഇതിലും എപ്പോഴും പൂക്കളുണ്ടായിരിക്കും. നല്ലൊരു വെറൈറ്റി തന്നെയാണിത്. ഇത് ലവ്ലി പീച്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഒരു കയാട്ടയോട് സാമ്യമുള്ള പൂക്കളാണ് ഇതിന്. പൂക്കളും ഇലകളും എല്ലാം അതേപോലെ ഉണ്ട്. ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. ഇതിലൊക്കെ എപ്പോഴും പൂക്കളുണ്ടാവും.
ഇത് ഗോൾഡൻ പിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇലകൾക്ക് ചെറിയൊരു മഞ്ഞ ഷെയ്ഡുള്ളതും നല്ല നല്ല ഡാർക്ക് പിങ്ക് കളറിലെ പൂക്കളുമാണ് ഇതിനുള്ളത്. എപ്പോഴും പൂക്കൾ ഒരു തവണ പൂവുണ്ടായി അങ്ങനെ പഴകുമ്പോഴത്തേക്കും തന്നെ ശാഖകളിലെല്ലാം ചെറിയ ചെറിയ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഹവായ് വൈറ്റ് ആണ്. ഇതിലും എപ്പോഴും പൂക്കളുണ്ടായിരിക്കും. നല്ല വെരിഗേറ്റഡ് ലീഫും വൈറ്റ് പൂക്കളുമാണ് ഇതിനുള്ളത്. നിറച്ച് പൂക്കളുണ്ടാവുന്ന ഒരു ഇനമാണിത്. ഇത് ബട്ടർഫ്ലൈ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിലും നിറയെ പൂക്കളുണ്ടാവുന്നതാണ്. ഇത് ഡാനിയ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഒരു ചെറിയൊരു പച്ച കലർന്ന ഒരു വെള്ള നിറമാണ് ഇതിനുള്ളത്. നിറച്ച് പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണിത്. മഹാറയോട് സാമ്യമുള്ള പൂക്കളാണിത്. അതുപോലെ തന്നെ തിക്കായിട്ട് നല്ല മൾട്ടി പെറ്റലായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് ജുവൽ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നല്ല ഡാർക്ക് മജന്ത കളറിലുള്ള ഒരു വെറൈറ്റിയാണ്. ശരിയായ ഐഡിയ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. വിരിഞ്ഞു തുടങ്ങുന്ന പൂക്കൾക്ക് നല്ലൊരു ബ്രൗൺ കളർ പോലെയാണ് ഉള്ളത്. പഴകുമ്പോഴത്തേക്കും ഒരല്പം പിങ്ക് കലർന്ന ഒരു കളറിലോട്ട് മാറുന്നതായിരിക്കും. നിറച്ച് പൂക്കളുണ്ടാവുന്ന ഒരു ഇനം തന്നെയാണിത്. ഇത് ചില്ലി ഓറഞ്ച്. ഇതൊരു നോർമൽ വെറൈറ്റിയാണിത്. ഇത് ചില്ലി വൈറ്റ്. ഇത് ചില്ലി പിങ്ക്. ചില്ലിയുടെ 4-5 വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഹഗ്ഗി വാൻസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ജുവൽ പിങ്കിൻ്റെ ഒരു വലിയ മരം പോലെ വളർന്നിട്ടുള്ളൊരു ചെടിയാണ്. ഇത് റെയിൻബോ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നമ്മൾ ആദ്യം കണ്ടതാണ്. ഇനിയും ഒരുപാട് ബൊഗെയിൻവില്ലകൾ ഇനി എൻ്റെ കയ്യിലുണ്ട്. പൂക്കളില്ലാതെ കുറേ എണ്ണം ഉണ്ട്. കുറേ പൂക്കൾ ഒഴിഞ്ഞിട്ട് ആയി വരുന്നതേ ഉള്ളൂ. വേറെയും ഒരുപാട് ചെടികൾ ഉണ്ട് എൻ്റെ കയ്യിൽ. അതെല്ലാം ഞാൻ പതിയെ പതിയെ ഓരോരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് ഇതാ ഒരു ബുദ്ധനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ വേറെ ധാരാളം ചെടികൾ വേറെയും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഗാർഡൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ആമ്പൽക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആമ്പൽക്കുളത്തിന് ചുറ്റുമായിട്ട് ഞാൻ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് വിങ്ക പ്ലാന്റ്സ് ആണ്. അത് ഞാൻ ചട്ടികളിലൊക്കെ ചെറിയ ചെറിയ തൈകൾ മുളച്ച് വരുന്നത് എടുത്ത് ചെറിയ ചട്ടികളിൽ നട്ടിട്ട് കട്ട് ചെയ്ത് നല്ല ബുഷാക്കി എടുത്തിരിക്കുന്നതാണ്. അത് ഞങ്ങളുടെ ആമ്പൽക്കുളത്തിന് ചുറ്റുമായിട്ട് ചെറിയ ഹാങ്ങിങ് ബാസ്ക്കറ്റ് പോലെ അതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വിങ്ക എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു പ്ലാന്റാണ്. അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. എപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ആമ്പൽക്കുളം. ഇതിൽ ഒരു 4 കളറിലെ ആമ്പൽ ഉണ്ട്. എപ്പോഴും 1-2 പൂക്കൾ അതിലുണ്ടാവും. വേറെയും ഒരുപാട് ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. ചെത്തിയും അഡീനിയം, കുറച്ച് ഓർക്കിഡ്, ഇതുപോലുള്ള ഒരുപാട് ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. അവയെല്ലാം ഞാൻ പതിയെ പതിയെ ഓരോ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി.